മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ നമ്മൾ വിളിക്കുന്നത് തന്നെ സോഷ്യൽ ആനിമൽ എന്നാണ്. ഒരു സാമൂഹിക മൃഗമാണ് മനുഷ്യൻ. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വളരെ നന്നായിട്ട് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ മനുഷ്യൻ എപ്പോഴും മറ്റ് മനുഷ്യന്മാരുടെ സഹായം ആവശ്യമാണ്. അപ്പം അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് 99% നമ്മളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളിവിടുന്നത്. പലപ്പോഴും വ്യത്യസ്ത പേഴ്സണാലിറ്റികളിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആ രണ്ട് വ്യക്തിത്വങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് പലപ്പോഴും അവർ ഒന്നു ചേർന്ന് പോകുവാൻ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ പ്രത്യേകിച്ച് തന്നെ മുഖമൂടി എന്നർത്ഥം വരുന്ന പേഴ്സോണ എന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കുന്നത് പോലെ വെൽ ഡ്രസ്ഡ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്കിൻ ടോൺ ഇതൊന്നും വെച്ചിട്ടല്ല ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ അളക്കേണ്ടത്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ മുഖമൂടി എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു വാക്യം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു വ്യക്തി അയാളുടെ സ്വതസിദ്ധമായ എന്തോ ഒന്നിനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു മുഖമൂടിയാണ് അയാളുടെ പേഴ്സണാലിറ്റി. അപ്പോൾ പലപ്പോഴും ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ റിലേഷൻ്റെ അകത്ത് ആദ്യമേ തന്നെ അവരുടെ ഒറിജിനൽ ക്യാരക്ടർ വെളിപ്പെടുത്തണമെന്നില്ല. പലപ്പോഴും എല്ലാ റിലേഷൻ്റെ പിറകെയും ആ റിലേഷൻ തുടങ്ങുമ്പോൾ ഒരു അഭിനയമായിരിക്കാം. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള അടുപ്പം കൂടുന്ന സമയത്ത് ആ വ്യക്തിയുമായിട്ടുള്ള പ്രോക്സിമിറ്റി എന്ന് നമ്മൾ പറയും. അതായത് ആദ്യം അകന്നു നിന്ന് സംസാരിച്ച ആളുകൾ പിന്നീട് ആ അകൽച്ച മാറി മാറി അവരുടെ ശരീരങ്ങൾ തമ്മിൽ അടുത്തടുത്ത് വന്ന് അവർ നിൽക്കുന്ന ഒരു തലം ഏറ്റവും അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഒരു വ്യക്തിയുടെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് ചാടാൻ തുടങ്ങും. അവിടെയാണ് പേഴ്സണാലിറ്റി എന്ന ആ വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ മനഃശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തങ്ങളായ പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കും. ഉദാഹരണം പറഞ്ഞാൽ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് ബി പേഴ്സണാലിറ്റി, ടൈപ്പ് എക്സ് പേഴ്സണാലിറ്റി, ക്യാൻസർ പ്രോൺ പേഴ്സണാലിറ്റി, മൈഗ്രെയിൻ പേഴ്സണാലിറ്റി, ഇങ്ങനെ ആയിരക്കണക്കിന് പേഴ്സണാലിറ്റികളുണ്ട്. ഒരു ടൈപ്പ് എ പേഴ്സണാലിറ്റിയും ഒരു ടൈപ്പ് ബി പേഴ്സണാലിറ്റിയും തമ്മിലാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ റിലേഷൻ നിലനിൽക്കില്ല. കാരണം രണ്ടും രണ്ട് സ്വഭാവ സവിശേഷതകളായിരിക്കും. അപ്പോൾ പലപ്പോഴും ബന്ധങ്ങളിലെ പാളിച്ചകളാണ് ഒരു വ്യക്തിയെ മാനസികമായിട്ട് തകർക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ചാടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ സമയങ്ങളിൽ. പലപ്പോഴും പല റിലേഷൻ്റെ അകത്തും അതൊരു ടോക്സിക് റിലേഷനാണെന്ന് അറിഞ്ഞിട്ട് പോലും പലപ്പോഴും പല ആളുകൾക്കും ആ റിലേഷനെ വിട്ടുമാറാൻ സാധിക്കില്ല. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും പല രീതിയിലും ആവാം. വെറും സുഹൃത്ത് ബന്ധമാവാം, ഇൻറ്റിമേറ്റ് സുഹൃത്ത് ബന്ധങ്ങളാവാം, അതുമല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പ് ആവാം, അതുമല്ലെങ്കിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ആവാം, അതുമല്ലെങ്കിൽ നമ്മൾ പ്രണയം എന്ന് വിളിക്കുന്ന റിലേഷൻഷിപ്പ് ആവാം, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആവാം, സഹോദര ബന്ധമാവാം. ഇങ്ങനെ വ്യക്തികൾക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ആയിരക്കണക്കിന് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പലപ്പോഴും അതൊരു ടോക്സിക് റിലേഷൻ ആണെന്ന് മനസ്സിലാവുക പിന്നീട് ഒരുപാട് നമ്മുടെ ജീവിതം തകർന്നു കഴിയുമ്പോഴായിരിക്കും. ആ സമയത്ത് പോലും ചില റിലേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാറില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ജീവിത മൂല്യങ്ങൾ മനസ്സിലാക്കാതെ പലപ്പോഴും ആ വാക്കിനെ എനിക്ക് തോന്നുന്നത് അവർ ഉപയോഗിക്കുന്നത് ക്രഷ് എന്നൊക്കെയാണ്. അതായത് ഒരു വ്യക്തിയോട് ആദ്യമായിട്ട് തോന്നുന്ന ഫിസിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷനെയാണ് നമ്മൾ ക്രഷ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ആ വ്യക്തികളിലെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള
അല്ലെങ്കിൽ ഹോർമോൺ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഒരു റിലേഷൻ ഉണ്ടായി വരുന്നത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ ആ റിലേഷൻ തനിക്ക് കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ ആ റിലേഷൻ തനിക്ക് പറ്റാത്തതാണ് എന്ന് അറിഞ്ഞാൽ പോലും പലപ്പോഴും ആ റിലേഷൻ്റെ അകത്ത് നമുക്ക് വിട്ടുമാറാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹിതമല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അനാരോഗ്യം വരുത്തി തീർക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിന്ന് മാറാൻ സാധിക്കുക എന്നതിനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. പല വഴികളുമുണ്ട് അതിൽ. ഒരു കൗൺസിലിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ ഒരു വിദഗ്ധനായ കൗൺസിലർ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ ചുവട് താങ്ങിക്കൊണ്ട് നമുക്ക് പല രീതിയിലും മനസ്സിൻ്റെ കോഗ്നിറ്റീവ് കഴിവുകളെ, ചിന്തിക്കുവാനുള്ള കഴിവുകളെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്കൊരു റിലേഷനെ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കാറുണ്ട്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഹിപ്നോ തെറാപ്പി പോലെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപബോധ മനസ്സിനെ ശരിയായ രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടും നമുക്ക് ഒരു റിലേഷൻ്റെ അകത്ത് നമുക്ക് പുറത്തേക്ക് ചാടാൻ സാധിക്കും. അപ്പോഴും നമ്മളെ ചിലപ്പോൾ ഹോർമോണുകൾ ആ റിലേഷൻ്റെ അകത്തേക്ക് തന്നെ തളച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിൻ്റെ വിദഗ്ധ ഉപദേശം തേടുകയും ചില മെഡിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയും വേണ്ടി വരും. നിങ്ങൾക്ക് എളുപ്പത്തിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ടോക്സിക് റിലേഷനകത്ത് നിങ്ങൾക്ക് വിടാൻ സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആ റിലേഷൻ വരികയും പിന്നീട് നമുക്കത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന റിലേഷൻ്റെ അകത്ത് നിന്ന് മാറുവാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്, മെഡിറ്റേഷൻ അറിയുന്നവരാണെങ്കിൽ ഒന്ന് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 മെത്തേഡുകളുണ്ട്. വാട്ട് ഈസ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡെഫിനേഷൻസുകൾ കൊടുക്കാം. ഒരു ഡെഫിനിഷൻ, അൺകോൺഷ്യസ് മെഡിറ്റേഷൻ ഈസ് കോൾഡ് സ്ലീപ്പ് ആൻഡ് കോൺഷ്യസ് സ്ലീപ്പ് ഈസ് കോൾഡ് മെഡിറ്റേഷൻ. അബോധപൂർവമായ ധ്യാനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉറക്കം. ബോധപൂർവമായ ഉറക്കത്തിനെ വിളിക്കുന്ന പേരാണ് ധ്യാനം. അപ്പം ധ്യാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബോധപൂർവമായ ഉറക്കം, അതിനെ നമുക്കൊരു സെൽഫ് ഹിപ്നോസിസ് എന്ന് വിളിക്കാം. നമ്മൾ മാക്സിമം റിലാക്സേഷനിൽ പോയിക്കൊണ്ട് ശരീരത്തിലെ ഓരോ സെല്ലുകളെയും റിലാക്സ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് തന്നെ നിർദ്ദേശം കൊടുക്കുമ്പോൾ അതൊരു സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും. അവിടെ നമ്മൾ ആ സെൽഫ് ഹിപ്നോസിസിൽ അല്ലെങ്കിൽ മാക്സിമം റിലാക്സേഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ധ്യാനം എന്ന് പറഞ്ഞ അവസ്ഥ. ധ്യാനത്തിനെ നമുക്ക് കം ടു ദ പ്രസന്റ് എന്ന് വിളിക്കാം. നമ്മൾ പ്രസന്റിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്ന ഏത് അവസ്ഥയും നമുക്ക് ധ്യാനം എന്ന് വിളിക്കാം. ഉദാഹരണം, നമ്മളൊരു കപ്പ് ചായ കുടിക്കുമ്പോൾ പലതും ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ചായ കുടിക്കുക. ഒന്നുകിൽ നമ്മൾ പാസ്റ്റിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ മെഡിറ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ആ ചായയെ ഒന്ന് അറിഞ്ഞുകൊണ്ട് കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ചൂട്, അതിൽ നിന്ന് വരുന്ന പുകയെ നമ്മൾ അറിയുന്നു, അതിൻ്റെ രുചി നമ്മളൊന്ന് ബോധപൂർവ്വം അറിയുകയാണ്. അങ്ങനെ നമുക്ക് ആ ചായയുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഒരു ചായ നമ്മൾ കുടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രെയിൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ അവയവത്തിനെ നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും അവിടെ വേദന വരുമ്പോൾ മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെഡിറ്റേഷൻ, വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ നട്ടെല്ല് നിവർത്തി ഒരു സ്ഥലത്ത് റിലാക്സ് ചെയ്തിരുന്നിട്ട് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് അറിയുക എന്നുള്ളതാണ്. ആദ്യം കാൽപാദം തൊട്ട് അതിലെ കാൽവിരലുകളെയെല്ലാം നമുക്ക് ഒന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം നമുക്കറിയില്ല, നമ്മുടെ കാൽവിരലിലെ ചെറുവിരലിനെ കുറിച്ച് പോലും നമുക്ക് ബോധമില്ല. അവിടെ വേദന വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. പക്ഷേ ബോധപൂർവ്വം ഇരുന്നുകൊണ്ട് ആ ശരീരത്തിലെ ഓരോ അവയവത്തിനെയും നമ്മളിങ്ങനെ അറിഞ്ഞറിഞ്ഞ് മുകളിലേക്ക് കാൽപാദം, കാൽ മസിലുകൾ, കാൽമുട്ടുകൾ, തുടകൾ, അരഭാഗം, വയറ്, നെഞ്ച്, പുറം, കഴുത്ത്, കൈകൾ, തല, ഇങ്ങനെ എല്ലാ ഭാഗത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതും ഒരു മെഡിറ്റേഷൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് നൽകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കം ടു ദ പ്രസന്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ധ്യാനം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ റിലേഷൻ വിട്ടുപോകണമെങ്കിൽ, നമ്മൾ റിലേഷനെ വിടേണ്ട കാര്യമാണ് പറഞ്ഞ, ഒരു പ്രത്യേക വ്യക്തിയുമായുള്ള റിലേഷൻ വിട്ടുപോകാൻ സാധിക്കുന്നില്ല, മനസ്സതിന് അനുവദിക്കുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ട പണിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ധ്യാനത്തിലിരുന്നു കൊണ്ട്
നമ്മൾ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാതെ നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണൻ, അങ്ങനെ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കാതെ എത്ര സമയം പിടിച്ചു വെക്കാൻ പറ്റുമോ പ്രാണന് വേണ്ടി ശരീരം വെപ്രാളപ്പെടണം. ആ ഒരു അവസ്ഥയിൽ, അങ്ങനെ ശ്വാസം എടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിതാ ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യാണ്, ഇതെൻ്റെ ശരീരത്തിനും മനസ്സിനും നല്ലതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതാ ഇന്ന വ്യക്തിയുമായിട്ട് റിലേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെന്ന് എത്ര തവണ പറയുവാൻ സാധിക്കും അത് ആവർത്തിച്ച് പറയുക. പ്രാണൻ ഉള്ളിലേക്ക് എടുക്കരുത്. പിന്നീട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. അതവിടെ പിടിച്ചു വെച്ചുകൊണ്ട് തിരിച്ച് പ്രാണനെ പുറത്തേക്ക് വിടാതെ ഇതേപോലെ ഇതേ വാക്യം ആവർത്തിക്കുക. യഥാർത്ഥത്തിൽ പ്രാണന് വേണ്ടി കൊതിക്കുന്ന ദാഹിക്കുന്ന ശരീരം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഈ നിർദ്ദേശത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം. ഇങ്ങനെ സ്വീകരിക്കുന്ന നിർദ്ദേശത്തിന് എപ്പോഴും പവർ കൂടും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴത്തിലേക്ക് ഈ നിർദ്ദേശം കടക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പ്രാണനെ പിടിച്ചു നിർത്തിക്കൊണ്ട്, പ്രാണൻ കിട്ടില്ല എന്ന അവസ്ഥ വരുമ്പോൾ ശരീരം അനുസരിക്കും. അത് നമ്മുടെ ഹോർമോൺ സിസ്റ്റം പോലും നമുക്കതിന് അനുകൂലമായിട്ട് വരും എന്നുള്ളതുമാണ് ശാസ്ത്രം. ഇങ്ങനെ നമുക്ക് മദ്യപാനം ഉപേക്ഷിക്കാം, സിഗരറ്റ് വലി ഉപേക്ഷിക്കാം. നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിനെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ബാലൻസ് ചെയ്യിപ്പിച്ച് നമുക്ക് നേടണമോ അതൊക്കെ ഇങ്ങനെ പ്രാണനെ എടുക്കാതെയും തുടർന്ന് ഉള്ളിലേക്ക് വന്ന പ്രാണനെ പിടിച്ചു വെച്ചുകൊണ്ടും നമുക്ക് ശക്തമായ നിർദ്ദേശം നമ്മൾ നമുക്ക് തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ വളരെ ശക്തമായിട്ട് മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു റിലേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് പുറത്തേക്ക് ചാടാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. ഒന്നുകൂടി ഞാൻ ചുരുക്കി പറയാം. ഏതെങ്കിലും ഒരു ധ്യാനാവസ്ഥയിലേക്ക് പോയിട്ട് കം ടു ദ പ്രസന്റ് എന്ന് ഞാൻ പറഞ്ഞു, ധ്യാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് നമ്മുടെ മുദ്രയൊക്കെ പിടിച്ചിരിക്കണം എന്നും പറയുന്നില്ല. ഒരു പ്രസന്റ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ വരുന്ന ഒരു പോയിന്റ്, കം ടു ദ പ്രസന്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ കം ടു ദ പ്രസന്റ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം പ്രാണനെ ഉള്ളിലേക്ക് എടുക്കാതെ നമ്മൾ ഏത് റിലേഷനാണോ ബ്രേക്ക് ചെയ്യേണ്ടത് ആ റിലേഷൻ ഞാനിതാ ബ്രേക്ക് ചെയ്യാണ്, അതെൻ്റെ ശരീരത്തിനും മനസ്സിനും നല്ലതല്ല, അതുകൊണ്ട് ഞാനിത് ബ്രേക്ക് ചെയ്യാണ് എന്ന നിർദ്ദേശത്തെ സ്വയം കൊടുക്കുക. അങ്ങനെ പ്രാണൻ കിട്ടാത്ത അവസ്ഥയിൽ ശരീരവും മനസ്സും പ്രാണന് വേണ്ടി കൊതിക്കുന്ന ആ ഒരവസ്ഥയിൽ നമ്മൾ പോലും അറിയാതെ ആ നിർദ്ദേശം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ശാസ്ത്രം. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നമസ്കാരം.